ഒരിക്കൽ ധനദേവതയും ഭാഗ്യദേവതയും തമ്മിൽ ഒരു തർക്കം നടന്നു. തർക്കമെന്ന് പറഞ്ഞാൽ അതിഭയങ്കര തർക്കം. തങ്ങളിൽ ആരാണ് ഏറ്റവും കേമൻ എന്നതായിരുന്നു അവരുടെ തർക്കം. ധനദേവത പറഞ്ഞു, ഭൂമിയിലെ എല്ലാ മനുഷ്യരും എന്നെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ ഭാഗ്യദേവത പറഞ്ഞു, ഭൂമിയിലെ മനുഷ്യർ നിന്നെ ആരാധിക്കുന്നു, പക്ഷേ മൂഢരായ അവർ തിരിച്ചറിയുന്നില്ല എൻ്റെ സാന്നിധ്യമില്ലാതെ ആരും ധനികരാകില്ല എന്ന്. ചേട്ടാ, ഒരു ലോട്ടറി വേണ്ട. ഒരു ന്യൂ ഇയർ ബമ്പർ വേണ്ട. 16 കോടിയാണ് ഫസ്റ്റ് പ്രൈസ്. വേണ്ട ഏട്ടാ. നാളെ നറുക്കെടുപ്പ്. ഒരു സഹായം. എത്രയാ? 400. നറുക്കെടുപ്പെന്നാ? നാളെയാണ്. ആ ഡ്രൈവിങ്ങിലാടാ, തിരിച്ചു വിളിക്കാട്ടാ. വിസ ശരിയായിട്ടില്ലടാ, പൈസ ഒത്തില്ലെന്നേ. അതൊന്നും നടക്കറിയാൻ ആ കയറിക്കോ. അതൊക്കെ ഒരുപാട് സമയം എടുക്കും. മുങ്കമാലിലാണോ വീട്? അല്ല, മഞ്ഞപ്പുറയാണ്. പിന്നെ ഇവിടെ എന്താ? ഇവിടെ ഹോസ്പിറ്റലിൽ എന്താണ്, മകള് ഡയാലിസിസിന് അഡ്മിറ്റാണ്. ഓ ശരി. അപ്പോൾ ശരി, ഓക്കെ. ശരി എന്നാ. താങ്ക്സ്. ഹലോ, എടാ കുറച്ച് പൈസ അറേഞ്ച് ചെയ്യാൻ വല്ല മാർഗം ഉണ്ടാവോ? എത്രയാ? ഒരു 15-20 ലക്ഷം രൂപ. 15-20 വീടിൻ്റെ ആധാരം വെച്ചാൽ കിട്ടും. ആധാരം അപ്പൻ്റെ പേരിലടാ. ആധാരം ഇല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ പിള്ള സാറ് വിചാരിച്ച പോലെ നടക്കുമോ? പുള്ളി വിചാരിച്ചാൽ പറ്റും, പക്ഷേ പലിശയൊക്കെ ഭയങ്കര കൂടുതലല്ലേ അവിടെ. ഏതായാലും അടുത്ത ആഴ്ച ഒന്ന് നോക്ക്. ഓക്കേടാ, എന്നാ ഞാൻ അടുത്ത ആഴ്ച വരെ. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $97 കടന്നു. ഇന്നലെ മാത്രം 3% വില ഉയർന്നത്. അമേരിക്കയിൽ സ്കൂളിൽ വെടിവെപ്പ്, 3 കുട്ടികൾ ഉൾപ്പെടെ 6 മരണം. കേരള ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ നറുക്കെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. ഒന്നാം സമ്മാനം 16 കോടി അങ്കമാലിൽ നിന്നെടുത്ത ടിക്കറ്റിന്. വിജയി ആരാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കേരളം കാത്തിരിക്കുന്നു ആർക്കാണ് 16 കോടി എന്നറിയാൻ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് 41,230 രൂപയായി. ആഗോള വിപണിയിലെ ഇടിവാണ് സംസ്ഥാനത്തും പ്രതിഫലിച്ചത്. ഇത്തവണത്തെ പണവായ്പാ നയയോഗത്തിലും റിസർവ് ബാങ്ക് നിരക്ക് വർദ്ധിച്ചു. അനുവേട്ടോ, എന്താ പരിപാടി? പൊടിയൊക്കെ പിടിച്ച് ആകലമ്പായിരുന്നേ. മൊത്തം പണിയായല്ലേ? ചേട്ടാ, വിസയുടെ കാര്യം എന്തായി? ഒന്നും ആയില്ലടാ. 10-15 ലക്ഷം രൂപ വേണ്ടി വരും വിസ ശരിയാവാൻ. അതെ, അത്രയ്ക്കൊക്കെ ആവല്ലേ? ആവൂടാ. ചേട്ടാ, ഇന്ന് ഫ്രീ ആണോ? ഇന്ന് പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല. നമുക്കൊന്ന് കൊച്ചി വരെ പോയല്ലോ? പോ, ഞാൻ റെഡി ആയിട്ട് വരെ. ആ ശരി.
ആ പോലെ. ആ ഹലോ, ഇപ്പോഴോ? ഓക്കേ. ദാ ഭാര്യയുടെ അനിയൻ വരുന്നുണ്ട് ഇപ്പോൾ. നമുക്ക് എറണാകുളം നാളെ പോയാലോ? ആ കുഴപ്പമില്ല. നിന്നെ കണ്ടിട്ട് കുറച്ചാളായില്ലടാ. ആ കുറച്ച് തിരക്കായി പോട്ടെ, ജീവിക്കാനുള്ള സ്ട്രഗിൾ അല്ലേ. പിന്നെ നിനക്കല്ലേ സ്ട്രഗിള്. ചേട്ടാ പിന്നെ ചേട്ടനും പോണ്ട, വണ്ടി ഒന്നും എടുക്കാൻ. ഒരു 2 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുമോ? ഓ 1 മണിക്കൂർ ഇപ്പൊ വരാം. ആ ഓക്കെ. വേഗം വരണം കേട്ടാ. ആ ഇപ്പൊ വരാം. ശരി. ശരി. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് അതിതീവ്ര മഴയ്ക്ക് കാരണം. മഴ കനക്കാൻ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യത. ശക്തമായ കാറ്റിനും കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പുതുവത്സര ബമ്പർ ലോട്ടറി ടിക്കറ്റ് നറുക്കെടുപ്പ് പ്രഖ്യാപിച്ചു. ഒന്നാം സമ്മാനം 16 കോടി അങ്കമാലിയിൽ വിറ്റ ടിക്കറ്റിന്. വിജയാരെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. 3 മാസമാണ് ഒരു ലോട്ടറി ടിക്കറ്റിന്റെ കാലാവധി. 3 മാസത്തിനുള്ളിൽ സമ്മാനാർഹമായ ടിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമാണ് സമ്മാന തുക ലഭിക്കുക. ഇടുക്കിയിൽ കയ്യേറ്റം ഒഴിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക ദൗത്യ സംഘത്തെ ചേട്ടാ 16 കോടി അനൂപെണ്ണ്. പുള്ളി വിളിച്ചു പറഞ്ഞേക്കാം. ഈ ലോട്ടറിയുടെ പുറകിൽ പേര് ഒപ്പൊന്നുമില്ലല്ലോ. ലോട്ടറിയുടെ പുറകിൽ പേര് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാണ് ടിക്കറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുക. ഈ ടിക്കറ്റ് ഞാൻ ക്ലെയിം ചെയ്താലോ? ലോട്ടറി കാറിൽ വരുന്ന കാര്യമൊന്നും അതിൽ പെട്ട ആളുണ്ടാവില്ല. ടിക്കറ്റിൻ്റെ നമ്പർ ഓർത്ത് വയ്ക്കാൻ ചാൻസ് ഇല്ല. $16 കോടി 16 ലക്ഷമായിരുന്നെങ്കിൽ തിരിച്ചു കൊടുക്കാമായിരുന്നു. ബട്ട് ദിസ് ഈസ് 16 crore. മൈ ലൈഫ് വിൽ ചേഞ്ച് ഫോർ എവർ.
ഹോണസ്റ്റി എൻഡ്സ് വെൻ ദ എമൗണ്ട് ഈസ് ബിഗ്. വേണ്ട, തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അതൊരു ചതിയായിപ്പോകും. നാളത്തെ പേപ്പറിലെ വാർത്ത, ലോട്ടറി അടിച്ച ടിക്കറ്റ് തിരിച്ചു കൊടുത്ത് യുവാവ് മാതൃകയായി. അനുപേട്ട 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 എന്താണ് തൊള്ള ഓർക്കണേ? അനുപേട്ട, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു 16 കോടി. ഒന്ന് പോടാർക്ക ചാവിങ്ങന്നേ വെറുതെ തൊള്ള ഓർക്കണത്. ചേട്ടാ നിൽക്ക്. ചേട്ടാ കൊള്ളത്തെ പൊതുവത്സരം റോംബർ ചേട്ടനാണെങ്കിലോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടില്ല. ഈ ലോട്ടറി ടിക്കറ്റ് പോലെ കാശുകളുടെ പരിപാടി വേറെ ഇല്ല. ഒരു കൊല്ലം കേരളത്തിൽ എത്ര ലോട്ടറി ടിക്കറ്റ് അടിക്കുന്നു നിനക്കറിയാവോ? ഒരു 50,000 60,000. 50,000 50 ലക്ഷം. ഈ 50 ലക്ഷത്തിൽ ഒരാൾക്കായിട്ട് ലോട്ടറി അടിക്കാൻ വല്ല ചാൻസും ഉണ്ടാ? ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞ് ലോട്ടറി എടുത്ത് കാശ് കളയരുതെന്ന്. ഒന്ന് പോടാർക്കേ. അത് ശരിയാ, ലോട്ടറി ടിക്കറ്റ് ഒക്കെ വെറുതെ പൈസ കളയുന്ന പരിപാടിയാണ്. ആ ചേട്ടാ, വണ്ടിയുടെ ക്ലച്ചിന് ഒരു ചെറിയ പിടുത്തുണ്ട്. ആണോ? ആ, അത് സർവീസ് കൊടുക്കാതിരിക്കുക. ആ. നീ ഇത് വാങ്ങിച്ചല്ലേ? മറ്റേ ലോട്ടറി അടിച്ച പൈസ. എത്രയാടാ ഇത്? 6,000 അടുത്തായി. ആ, കൊള്ളാട്ടാ. ഈ ഏരിയ നല്ല ഏരിയ, ഭയങ്കര നല്ല ഏരിയയാണ്. ശരിടാ, എന്നാ ഞാൻ ഇറങ്ങാണ്. അല്ല, ചായ പിടിച്ചിട്ടോ? ഇല്ലടാ, പോയിട്ട് ചായ പിടിച്ചിട്ട് വന്നു. ഇല്ലടാ, പിന്നെ ശരി ശരി. നീ ഇതുവരെ സാധനം വെച്ചില്ലേ? എടാ, സമയത്രേ 12:30. നീ പോയി സാധനം വെച്ച വേഗം പെട്ടെന്ന്. സാർ.